നമുക്ക് അടുത്തായിട്ട് വേറൊരു ചാപ്റ്ററിലേക്ക് പോവാം. 21ാമത്തെ ചാപ്റ്റർ ആണ് പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് പ്രഷർ ഗ്രൂപ്പ്. പൊതുജനങ്ങളുടെ അഭിപ്രായവും സമ്മർദ്ദ ഗ്രൂപ്പ്. അപ്പോ എന്താണ് പൊതുജനങ്ങളുടെ അഭിപ്രായം? അല്ലെങ്കിൽ ആരൊക്കെയാണ് സമ്മർദ്ദ ഗ്രൂപ്പുകാർ? അവരൊക്കെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പം ആദ്യമായി നമുക്ക് നോക്കാം എന്താണ് പൊതുജനങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. അപ്പം പൊതുജനങ്ങളുടെ അഭിപ്രായം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള കുറെ കാര്യങ്ങളിൽ ഓരോ ആളുകൾക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും ഉള്ളത്. അപ്പം എല്ലാ ആളുകൾക്കും എന്തായിരിക്കില്ല ഒരേ അഭിപ്രായങ്ങളായിരിക്കത്തില്ല. ഡിഫറെന്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും ഉള്ളത്. ഇവരെന്ന് പറയുമ്പോൾ അഭിപ്രായങ്ങൾ സന്ദർഭത്തിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത് അഭിപ്രായം മാറുന്നത്. നമ്മുടെ ജനാധിപത്യത്തിന്റെ ആശയവിനിമയം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജനങ്ങളുടെ അഭിപ്രായമാണ്. അപ്പൊ ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ചായിരിക്കും നമ്മുടെ ജനപ്രതിനിധികൾ നമ്മുടെ ജനാധിപത്യത്തെ ഭരിക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ രാജ്യത്തിന് പൊതുവായിട്ടുള്ള അഭിപ്രായത്തിന്റെ പ്രാധാന്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ജനങ്ങളുടെ ആ ഒരു മനോഭാവം. ഇപ്പൊ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു പുതിയൊരു നിയമം കൊണ്ടുവരുന്ന സമയത്ത് ജനങ്ങളുടെ അഭിപ്രായം എന്തോന്നാണ് അല്ലെങ്കിൽ ആ ഒരു നിയമത്തോട് ജനങ്ങളുടെ മനോഭാവം എന്തോന്നാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഈ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മെ സഹായിക്കും. അത് മാത്രമല്ല പുതിയ രീതിയിൽ നമുക്ക് ജനാധിപത്യത്തിൽ പുതിയ പുതിയ നിയമങ്ങൾ നിർമ്മിക്കുന്നതിനും അതേപോലെ തന്നെ ഗവൺമെന്റിന് ഒരു വഴികാട്ടിയായിട്ടും നമ്മുടെ അവകാശങ്ങളെ നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെ സംരക്ഷിക്കുന്നതിനും എന്ത് ഹെൽപ്പ് ചെയ്യും? ഒരു ജനാധിപത്യത്തിൽ പബ്ലിക് ഒപ്പീനിയൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളതെന്ന് പറയുമ്പോൾ എന്താ ഇത് ജനങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് രൂപീകരിക്കുന്നത്? അപ്പം ജനങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മുടെ രാഷ്ട്രീയ സമൂഹവൽക്കരണം വഴി അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ വഴി റേഡിയോ ടെലിവിഷൻ സിനിമ ഇതൊക്കെ വഴിയാണ് എന്ത് ചെയ്യുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഒരു ന്യൂസ് വരുന്ന സമയത്ത് ഇപ്പൊ റേഡിയോ വഴിയോ അല്ലെങ്കിൽ ടെലിവിഷൻ വഴി ഒരു ന്യൂസ് വരുന്ന സമയത്ത് അത് കേൾക്കുമ്പോഴായിരിക്കും ജനങ്ങൾക്ക് ജനങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം എന്താണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു എന്താ ഇത്രയും ഘടകങ്ങൾ വഴിയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം പൊതുജനാഭിപ്രായത്തിന്റെ തടസ്സം. എന്തെല്ലാം തടസ്സങ്ങളാണ് ഒരു പൊതുജനത്തിന്റെ അഭിപ്രായത്തിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ തടസ്സങ്ങളാണ് ജനങ്ങളുടെ അഭിപ്രായത്തെ സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായി നമുക്കറിയാം നിരക്ഷരത. നിരക്ഷരത എന്ന് വെച്ചാൽ എന്തോന്നാണ്? അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും കഴിയാത്തൊരു അവസ്ഥയാണ് നമ്മൾ നിരക്ഷരത എന്ന് പറയുന്നത്. അപ്പം എഴുത്തും വായനയും ഇല്ലാത്ത ആൾക്ക് എന്ത് ചെയ്യത്തില്ല? ഒരു അഭിപ്രായം അവർക്ക് ഉണ്ടാവത്തില്ല. രണ്ടാമത് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്. അപ്പം ദാരിദ്ര്യം പിടിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്താണ്? അവർക്ക് എങ്ങനെയെങ്കിലും അന്നത്തേക്കുള്ള ആഹാരം ഉണ്ടാക്കുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും അവർക്കില്ല. അതും എന്തിനെ ബാധിക്കുന്നുണ്ട്? നമ്മുടെ ഒരു പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ ബാധിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മനോഭാവം ഉള്ളത്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ ബാധിക്കുന്നത്. എക്സെട്ര എന്ന് എഴുതി കാണിക്കുന്നത് ബാക്കി നിങ്ങളുടെ ഗെയിലുണ്ട്. അപ്പൊ സോ ഇമ്പോർട്ടന്റ് പോയിന്റ് മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. ബാക്കി നിങ്ങൾ ഗൈഡ് നന്നായിട്ട് വായിക്കുക. നമുക്ക് നോക്കാം അടുത്തൊരു ടീം ആരാണ്? പ്രഷർ ഗ്രൂപ്പ്. പ്രഷർ ഗ്രൂപ്പ് ആരാന്ന് ചോദിച്ചാൽ പ്രതിഷേധത്തിലൂടെയും പ്രകടനത്തിലൂടെയും സർക്കാരുടെ നയങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കുന്ന ഗ്രൂപ്പുകളെയാണ് നമ്മൾ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഗവൺമെന്റ് ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു നിയമം ഉണ്ടാക്കി ആ നിയമത്തെ എന്താണ് പ്രതിഷേധത്തിലൂടെയും പ്രകടനത്തിലൂടെയും എന്ത് ചെയ്യണം? അവരെ ആ ഒരു നിയമത്തിനെ അധികം സ്വാധീനിക്കാൻ കഴിവുള്ള ആളുകളാണ് നമ്മുടെ പ്രഷർ ഗ്രൂപ്പ് അല്ലെങ്കിൽ സമ്മർദ്ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടികളാണ്. ഓക്കെ, ഈ പ്രഷർ ഗ്രൂപ്പുകൾ പൊതുവെ നാലായിട്ടുണ്ട്. ഒന്ന് സ്ഥാപനപരമായിട്ടുള്ള സമ്മർദ്ദ ഗ്രൂപ്പുകൾ. ചില സ്ഥാപന ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റിന് നല്ല രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. താൽക്കാലിക ഗ്രൂപ്പുകൾ, അതായത് താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളിൽ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ഗ്രൂപ്പുകളാണ് താൽക്കാലിക ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. പ്രൊഫഷണൽ സമ്മർദ്ദ ഗ്രൂപ്പുകൾ ആരൊക്കെയാണ്? നമ്മുടെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് അതേപോലെ തന്നെ ടീച്ചേഴ്സ് ഒക്കെയാണ് പ്രൊഫഷണൽ സമ്മർദ്ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സാമൂഹികപരമായും സാംസ്കാരികപരമായിട്ടുമുള്ള സമ്മർദ്ദ ഗ്രൂപ്പുകൾ. ഓക്കെ, അതിലാണ് ഈ ജാതി മതം അങ്ങനെയൊക്കെ വരുന്ന ഗ്രൂപ്പുകൾ. അപ്പൊ ഇത്രയും ഗ്രൂപ്പുകളാണ് ഗവൺമെന്റിന് നിരന്തരമായിട്ട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തുന്ന ഗ്രൂപ്പുകൾ. അവരുടെ തീരുമാനത്തെ മാറ്റാൻ കെൽപ്പുള്ള ഗ്രൂപ്പുകൾ. ഇനി ഈ ഒരു സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ റോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തിയിട്ട് അവരുടെ നമ്മുടെ പ്രഷർ ഗ്രൂപ്പിന്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഈ സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുക എന്നതാണ് പ്രഷർ ഗ്രൂപ്പിന്റെ മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യാം ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇവർ ചിന്തിക്കത്തില്ല. ഇവരെപ്പോഴും ഇവരുടെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ഇവർക്ക് എപ്പോഴും ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണം. അതിനുവേണ്ടി ഗവൺമെന്റിന് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തുന്ന ഗ്രൂപ്പുകളാണ് പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇവരെങ്ങനെയാണ് സമ്മർദ്ദം ചെലുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാലി, ഉപവാസം ഇതിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ഗവൺമെന്റിനെ നിരന്തരമായിട്ട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തുന്നത്. ആ ഗ്രൂപ്പുകളെയാണ് നമ്മൾ സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് നമ്മൾ എന്താ നോക്കിയത്? നമ്മൾ എന്താണ് പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം എന്തോന്നാണ് നോക്കി. ആരാണ് സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്ന് നോക്കി.
അവരുടെ റോൾ എന്തോന്നാണ് നോക്കി. അതേപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പം ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ്